നേപ്പാൾ കത്തുകയാണ്. ഇതുവരെ നേപ്പാളിലുണ്ടായ പ്രതിഷേധം അണഞ്ഞിട്ടില്ല. ആ തീജ്വാലകൾ നേപ്പാളിൻ്റെ തെരുവുകളെ ഇപ്പോഴും കലാപകലുഷിതമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നേപ്പാൾ അതിർത്തിയിൽ ഇന്ത്യ കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതിർത്തിയിൽ കർശനമായിട്ടുള്ള അതീവ ജാഗ്രതയാണ് ഇപ്പോൾ പുലർത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേപ്പാളിൽ പ്രധാനമന്ത്രി ശർമ്മ ഒലി ഇപ്പോൾ രാജ്യം വിട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. നേരത്തെയുള്ള നേപ്പാൾ പ്രസിഡന്റിൻ്റെ ഭാര്യയെ പച്ചയ്ക്ക് കത്തിച്ചു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അവിടെയുള്ള കലാപകാരികൾ വലിയ രീതിയിലുള്ള ജൻസി പ്രക്ഷോഭത്തിനിടെ ഈ പ്രക്ഷോഭത്തിന് പിന്നിൽ അമേരിക്കയാണ് എന്നുള്ള പല ആരോപണങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഇപ്പോൾ മറ്റൊരു നീക്കം കൂടെ സജീവമായി നടത്തുകയാണ്. അത് നേപ്പാൾ കത്തിക്കിടക്കുമ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള ഒരു നീക്കമാണ്. നമുക്കറിയാം, ഏതൊരു രാജ്യത്തും നമ്മുടെ ജനത അല്ലെങ്കിൽ ഒരു ഭാരതീയൻ അവിടെ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ എത്രയും വേഗം നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം അവരെ രക്ഷിച്ചു കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയം അക്ഷീണം ഇക്കാര്യത്തിൽ പ്രയത്നിക്കുന്നുണ്ട്. സുഷമ സ്വരാജ് വിദേശകാര്യ മന്ത്രിയായിരുന്നപ്പോഴാണ് ഇതിന് ഏറ്റവും അധികം അപ്രീസിയേഷൻ ലഭിച്ചത്. അതിനുശേഷം ഇപ്പോൾ വിദേശകാര്യമന്ത്രിയായിരിക്കുന്നത് എസ് ജയശങ്കറാണ്. അദ്ദേഹവും ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ കാര്യങ്ങളിൽ നടത്തുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും എന്താണ് സർക്കാർ ഈ കാര്യത്തിൽ നടത്തുന്ന പ്രവർത്തനം? പ്രതിഷേധക്കാർ പ്രധാനമന്ത്രിയുടെ വസതിയും പാർലമെൻറ്റും ലക്ഷ്യമാക്കി അക്രമാസക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുമ്പോൾ നേപ്പാൾ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ഗുജറാത്തി വിദ്യാർത്ഥികളും വിനോദസഞ്ചാരികളും കുടുങ്ങിക്കിടക്കുകയാണ് എന്നാണ് നമ്മുടെ സർക്കാരിന് ഇപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നത്. അവരെല്ലാം സുരക്ഷിതമായി തിരികെ കൊണ്ടുവരാൻ ഗുജറാത്ത് സർക്കാർ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും അറിയാൻ സാധിക്കുന്നു. നേപ്പാളിൻ്റെ തലസ്ഥാനമായിട്ടുള്ള കാഠ്മണ്ഡുവിൽ ആക്രമണത്തിൻ്റെയും അരാജകത്വത്തിൻ്റെയും അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. പ്രധാനമന്ത്രിയും പ്രസിഡന്റും രാജിവെച്ചു. കൂടാതെ മുൻ പ്രധാനമന്ത്രിയുടെ വസതി നശിപ്പിക്കുകയും തീടുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടെ ഭാര്യയും മരണപ്പെട്ടു എന്നറിയാൻ സാധിക്കുന്നു. നേപ്പാളിൽ പഠിക്കുന്ന ഗുജറാത്തി വിദ്യാർത്ഥികൾ ഈ അക്രമാസക്തമായ സാഹചര്യത്തിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. നേപ്പാളിലേക്ക് വിനോദയാത്ര പോയ ഗുജറാത്തി വിനോദസഞ്ചാരികളുമാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. വിദ്യാർത്ഥികൾ മാത്രമല്ല, വിനോദസഞ്ചാരികളും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഗുജറാത്തി പൗരന്മാരെ സഹായിക്കുന്നതിനുള്ള ഹെൽപ്പ് ലൈനുകൾ ഇപ്പോൾ സർക്കാർ ആരംഭിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ട്വിറ്ററിലൂടെയാണ് ഈ വിവരം അറിയിച്ചത്. ഇതിനു പുറമെ സംസ്ഥാന സർക്കാർ സഹായ നമ്പറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാൻ ഗുജറാത്തി പൗരന്മാരെ അറിയിച്ചിട്ടുണ്ടെന്നും നേപ്പാളിലെ രാഷ്ട്രീയ അരാജകത്വത്തിലും അക്രമാസക്തമായ സാഹചര്യത്തിലും എത്ര ഗുജറാത്തികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല എന്നുമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.